കുട്ടാസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്ന് അറിയാമോ? ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്നതിൻ്റെ അവസാന പടിയായിട്ടുള്ള യാത്രയാണ്. വെൽക്കം ടു ഡോക്ടർ വയലറ്റ് പ്രിൻസസ് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു സ്വപ്നം മാനിഫെസ്റ്റ് ചെയ്തത് സംഭവിക്കാൻ പോവുകയാണ്. അതെ, കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഇന്ത്യ വിടുവാണ്. ഞങ്ങൾ US ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് ഹൈദരാബാദിൽ വെച്ചിട്ട് 2 ഇൻ്റർവ്യൂസ് ഉണ്ട്. ഒന്ന് ബയോമെട്രിക് ഇൻ്റർവ്യൂ, ഒന്ന് വിസ ഇൻ്റർവ്യൂ. അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. പക്ഷേ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 2 വട്ടം ഞങ്ങൾ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യേണ്ടി വരും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. June 4 പോവുകയാണ് നെക്സ്റ്റ് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു 1 വീക്ക് ഗ്യാപ്പിൽ പോകേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു വട്ടത്തെ യാത്ര ഞാൻ നിങ്ങളോട് കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം അത് പിന്നെ ഒരു ആവർത്തന വിരസതയായിപ്പോൾ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ വെച്ച് പിടിക്കുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഇങ്ങനെ പോയത് കാശ്മീർ പോയപ്പോഴാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഫസ്റ്റ് കാശ്മീർ പോയത് ഇതിലെയായിരുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. 2 പേരും ഒരേ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്തെങ്കിലും 2 പേർക്കും 2 ഫ്ലൈറ്റാണ് കിട്ടിയത്. അതും ഒരു 10 മിനിറ്റ് ഡിഫറൻസിൽ. എനിക്ക് ഇൻഡിഗോയും അവന് എയർ ഇന്ത്യ എക്സ്പ്രസ്സുമാണ് കിട്ടിയത്. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ 2 പേരും കറക്റ്റ് ഇന്നലെ തലേന്ന് ഒരു സൗന്ദര്യപ്പിണക്കം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് എളുപ്പമായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെക്ക് ഇൻ പരിപാടി ഇതൊക്കെ എളുപ്പമാണെങ്കിലും അയ്യോ കണ്ണമോനില്ലല്ലോ അങ്ങനത്തെ മൂഡ് മാറി. പിന്നല്ല, ഇതിലും വലുത് ചാടിക്കടന്നവളാണ് ഈ മാളവിക PS എന്നൊരു മൈൻഡിൽ പോകാൻ പറ്റിയിട്ടോ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ലഗേജുകൾ കൊടുത്ത് ഞാനിവിടെ എൻ്റെ ഗേറ്റ് നമ്പറിലേക്ക് നടന്നു നീങ്ങുകയാണ്. ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് സെറ്റായിട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ പോസ്റ്റായിരിക്കുമ്പോഴാണ് ദൂരെ ആരെയോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ അല്ല, തിരിച്ചു പോ. യെസ്, അയ്യോ ഈ പയ്യനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നവനാട്ടോ. കുഴപ്പമില്ല, ഏതോ ഒരു കൊച്ചു പയ്യൻ. ഞാൻ ഈ പുള്ളീനെയാണ് ഉദ്ദേശിച്ചത്. സൂം ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പം ആദ്യം എനിക്ക് തോന്നി ധന്വന്തരിയാണോ. ധന്വന്തരി ആണെങ്കിൽ മറ്റേ അമൃതകുംഭോ അതൊക്കെ വേണ്ടി, ഇത് ചിറകാണല്ലോ. പിന്നാണ് മനസ്സിലായത് ഫ്ലൈറ്റിൻ്റെ ദേവതയാണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ദേവതയോ ആകാശത്തുള്ള എയറിലുള്ള ഏതോ ഒരു ദേവതയാണ്. അപ്പോൾ എന്തായാലും പുള്ളീനെയൊക്കെ കണ്ട് കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴത്തേക്കും കയറാൻ സമയമായി. അങ്ങനെ ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അവസാനം ഞാനിതാ ഇൻഡിഗോ KSRTC ബസ്സിൽ കയറിയിരിക്കുന്നു. പെട്ടെന്നുള്ള ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഏതോ കോറണ്ട ഗജേന്ദ്ര റെഡ്ഡി എങ്ങാണ്ടാണ് ഇരുന്നത്. എന്നിട്ടും ഞാൻ മാനേജ് ചെയ്തൊരു വീഡിയോ എടുത്തതാണ്. പിണക്കമായാലും എൻ്റെ ഭർത്താവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ സെയിം എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തത്. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ അവിടെ ലാൻഡ് ചെയ്യുന്നത്. ഒരു 1.5 hours മാത്രമേ ഉള്ളൂ ട്രാവലും, അതുകൊണ്ട് വലിയ വിഷയമില്ല. അങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചിറകൊക്കെ എന്തോ ദൈവമേ ഇപ്പോൾ താഴെ വീഴുമെന്നൊക്കെ ഉള്ള രീതിയിലാണ്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എനിക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഈ ഒരു ക്ലോസ്ട്രോഫോബിക് അല്ലെങ്കിൽ അടച്ചിട്ടൊരു സ്പേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. മേ ബി ഒരു എമിറേറ്റ്സിലൊക്കെ പോകുമ്പോഴേ ഇനി എനിക്ക് ആ ഒരു ഗുമ്മ ഫീലൊക്കെ അടിക്കത്തുള്ളായിരിക്കും. ഇൻഡിഗോയുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വെയിറ്റ് ആണ് കേട്ടോ, ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പേരുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ആകാശം കാണാൻ നല്ല ഭംഗി. ഇൻഡിഗോയുടെ അതേ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ, ബ്ലൂവും വൈറ്റും. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ തരുണീമണികളായ സുന്ദരികളെ ഞാൻ കണ്ടത്. പിന്നെ എനിക്കങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല വായി നോക്കാൻ. അങ്ങനെ സമയമായി, ബസ് വന്നു. ഈ അപ്പാപ്പൻ എപ്പോഴോ തൊട്ട് എൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ ഞാൻ വീണ്ടും വാഷ്റൂമിലൊക്കെ പോയി ഇറങ്ങി കേട്ടോ. എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പും എൻ്റെ ഒരു ടോട്ടൽ ബാഗും മാത്രമേ ഉള്ളൂ. കാരണം പെട്ടിയൊക്കെ അവനെ ഏൽപ്പിച്ചു. ഒറ്റ പെട്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇനി എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. കണ്ടുമുട്ടിയാലും ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോകത്തുള്ളൂ. കാരണം ഞങ്ങൾ പിണക്കമാണല്ലോ, ഒരിക്കലും മറക്കരുത് കേട്ടോ നിങ്ങളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് പിടിച്ച് പോകുന്നത്. ഞാൻ ബാക്കിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. കുറച്ച് നേരം ഒളിച്ച് നിന്നായിരുന്നെങ്കിൽ കണ്ടില്ലെങ്കിൽ തിരക്കി വന്നേനെ. പക്ഷെ പിന്നെ ഞാൻ അതിനുള്ള സമയമൊന്നും കളഞ്ഞില്ല.
ഐബിസ് ഹോട്ടലാണ് കേട്ടോ നമുക്ക് വൺ ഡേ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഹൈദരാബാദ് സിറ്റി ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ബാംഗ്ലൂരെക്കാട്ടിലും ഇഷ്ടം ഹൈദരാബാദാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആണ്. കാരണം വേറൊന്നുമല്ല, ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രേഷ്മയും കൂടെ ഒരു കിഡിലൊരു ട്രിപ്പ് അടിച്ച് പൊളിച്ച സ്ഥലമാണ് ഹൈദരാബാദ്. എനിക്ക് കുറേ കൂടെ അധികം സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പായിട്ട് വന്ന് കുറേ അധികം സ്പെൻഡ് ചെയ്ത് മൊത്തം അരിച്ച് പറക്കിയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഹൈദരാബാദിൽ ഇനി കാണാൻ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ട്രിപ്പായിട്ടല്ല നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തി. എനിക്ക് നല്ല തലവേദനയായിരുന്നു ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കോഫി നോർമൽ ചോദിച്ചു. പക്ഷേ അവരൊരു ഇറ്റാലിയൻ എക്സ്പ്രസ്സോ എന്തോ കഴിക്കുന്ന സാധനം കൊണ്ടുവന്നു. എൻ്റെ ദൈവമേ, ഞാനത് കുടിച്ചത് പോലുമില്ല. അങ്ങനെ ഞങ്ങൾ പിസ്ത ഹൗസിൽ നിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പിന്നെ വന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ റൂമിൽ തന്നെ പോകണം. അങ്ങനെ പിന്നെ പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും ഫുഡൊക്കെ സെറ്റ് ചെയ്ത് റൂമിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോംപ്ലിമെൻ്ററി ആണ്, ബുഫറ്റ് സിസ്റ്റമാണ്. സോ അവിടെ വന്ന് കഴിക്കേണ്ട സ്ഥലമാണ് ഇത്. അപ്പോൾ ഞങ്ങളിതാ റൂമിലേക്ക് പോവുകയാണ്. റൂം എത്തിയപ്പം ഒരു കുഞ്ഞു റൂമാണ്. ഒരു വൺ ഡേ സ്റ്റേക്ക് പറ്റിയ ഒരു കുഞ്ഞു റൂമാണ്. നല്ലൊരു ബാൽക്കണി ഉണ്ട്, മെട്രോ ഒക്കെ പോകുന്നതൊക്കെ കാണാം. ഞാൻ കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിൽ നല്ല ക്ഷീണമുണ്ട്, ഫുഡ് പോലും കഴിച്ചിട്ടില്ല, രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു സാൻഡ്വിച്ചിൻ്റെ ബലത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ ഇതാണ് ഞങ്ങളുടെ ബയോമെട്രിക്സ് ഞങ്ങൾ പോയ ഔട്ട്ഫിറ്റ്. അങ്ങനെ തിരിച്ചു വന്നു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് ജൂൺ 5 ആണ് കേട്ടോ. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളതാണ്. അപ്പോൾ എൻ്റെ വളരെയധികം ഒരു ആഗ്രഹമായിരുന്നു, സ്റ്റാർബക്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. സ്റ്റാർബക്സിൻ്റെ ഒരു ഹൈപ്പ് വെച്ചിട്ട് അവൻ അത് കഴിച്ചിട്ട് കൊള്ളാൻ വേണ്ടി കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സ്റ്റാർബക്സിൽ വന്നു. എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നോർമൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു സ്റ്റാർബക്സിലൊരു കോഫി ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. കിഡിലോസ്കി ആയിരുന്നു. ഇത്രയും നല്ല സാധനം. എനിക്ക് നോർമലി ഞാനൊരു ചോക്ലേറ്റ് ലവറൊന്നുമല്ല, പക്ഷേ കോഫി ലവറാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് ദിസ് മച്ച്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര 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 ടേസ്റ്റായിരുന്നു. എപ്പോഴും നമുക്ക് അഫോർഡ് ചെയ്യാനും കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു മറ്റേ വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അല്ല, വൺ ടൈം ഒന്നും അല്ല, പക്ഷേ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഇതൊക്കെ കഴിച്ചു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് എന്നുള്ളത്. ഫ്ലൈറ്റ് ഡിലേ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തേ പറ്റൂ. നമ്മൾ ആദ്യം ഒന്ന് അവരെ വിളിച്ച് ചോദിച്ചു നമുക്കൊന്ന് കുറച്ച് നേരം കൂടി റൂം സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഫുഡ് കഴിച്ചിറങ്ങാം. അങ്ങനെ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ ഞങ്ങൾ കുൽച്ചയും ഒരു ബട്ടർ നാനും ചില്ലി ചിക്കനോ ജിഞ്ചർ ചിക്കനോ എന്തോ സംതിങ് ആണ് വാങ്ങിച്ച് കഴിച്ചത്. അതിനുശേഷം അവരിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കൊണ്ടുവച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റു സിനിമയിൽ സുരാജിനെ എന്തോ ഓർമ്മ വന്ന് അത് കലക്കിയിട്ട് കുടിക്കുന്നത്. അതിനുശേഷം പാൻ മസാലയും ഈ ഒരു ജീരകത്തിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടുക, ട്രൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വായിലെടുത്തിട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പൊന്നളിയ, ഞാൻ എൻ്റെ ജീവനും കൊണ്ടോടി. കഴിച്ചതും എവിടെ തുപ്പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കണ്ണി കണ്ടത് കിട്ടിയാൽ എല്ലാം എടുത്ത് വയലോട്ടെടുത്തിടരുത് എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ഞാൻ ശരിക്കും ഒരു പ്ലിങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ കയ്യിലിരുന്ന മറ്റേ ആ ഒരു ജീരകത്തിൻ്റെ മസാല ആ സാധനം ഉള്ളത് കൊണ്ട് ഞാനത് വായിലിട്ടിട്ടാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കളഞ്ഞത്. മിക്കവാറും ഞാൻ കഴിച്ചതല്ല ഇപ്പോൾ ഛർദ്ദിച്ചേനെ. ഫയർ വാട്ടർ എന്നായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി തിരിച്ച് വീണ്ടും ഐബിസിലെത്തുകയാണ്. ഇനി നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് വെച്ചിരിക്കുകയാണ്, ഒന്ന് എടുത്ത് ഇറങ്ങിയാൽ മതി. പിന്നെയും ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്യുകയാണ്. ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി എയർപോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭീകരമായ ആ പാൻ മസാല ദുരന്തത്തിന് ശേഷം രണ്ടും കൽപ്പിച്ചതാ വീണ്ടും ഇനി അടുത്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കാം എന്നൊക്കെയുള്ളൊരു മൂഡിൽ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ. കാരണം അല്ലെങ്കിൽ എയർപോർട്ടിൽ എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കണമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, മിനിമം ലഗേജ് മോർ കംഫർട്ടിൻ്റെ ആളാണ് കേട്ടോ എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് അവൻ സെയിം ടീഷർട്ടൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വേണം, ഞങ്ങൾ എന്തിനായിരിക്കും ആക്ച്വലി പിണങ്ങിയെന്ന്. സത്യം പറഞ്ഞാൽ തലേദിവസം രാത്രി വിശന്നിട്ട് 2 മണിക്കോ 3 മണിക്കോ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പടക്കം എന്തോ ആയിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ
മിസ്റ്റർ കാര്യാട്ടിൻ്റെ ദ വെരി എലഗൻറ്റ് ഡിലോയ്റ്റിൻ്റെ ഒരു ബിൽഡിംഗ് കണ്ടു. പുള്ളിക്കാരൻ്റെ ഹെഡ് ഓഫീസാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ലൊക്കേഷൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയാണ്. അവർക്കൊരു ബ്യൂട്ടിഫുൾ സ്കൈ വോക്ക് ഒക്കെ ഉണ്ട്, 2 ബിൽഡിങ്സിനെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ. അങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് അതൊക്കെ കണ്ടിങ്ങനെ കാണിച്ച് നോക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെറിയൊരു മോയ്സ്ചറൈസർ എടുത്ത് അവന് കൊടുത്തു. ബിക്കോസ് ഒന്നാമത് തന്നെ ബിയോർഡൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈ ആവണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ നല്ല മണം, ഏത് പെർഫ്യൂം ആണെന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി അത് പെർഫ്യൂം അല്ല, ഡോക്കിൻ്റെ എൻ്റെ ഒരു നൈറ്റ് മോയ്സ്ചറൈസർ സംതിങ് ആണ്, പഴയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കാട്ടി നല്ല സ്മെല്ലുള്ള ഒരു അപ്പോളോയുടെ ഒരു അലോവേരയുടെ മോയ്സ്ചറൈസറുണ്ട്. അത് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഗൂഗിളിനകത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത് വാങ്ങിച്ച് നോക്കൂ, ഇത് ട്രൈ ചെയ്യുന്നതൊക്കെ. പുള്ളിക്ക് ഞങ്ങളുടെ ഭാഷ അറിയില്ല, ഞങ്ങൾക്ക് പുള്ളിയുടെ ഭാഷ അറിയില്ല, പക്ഷേ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയല്ലോ. 2 സിസ്റ്റേഴ്സ് യാത്ര അയക്കുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ തിരിച്ചെത്തി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. നല്ല ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, എനിക്കൊന്ന് 2.5-3 മണിക്കൂറോ 4 മണിക്കൂറോ സംതിങ് എന്തായാലും ഞങ്ങൾക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ പിന്നെ എന്തായാലും വൈകിട്ട് രാത്രിയാകുമല്ലോ പോകാൻ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ കുറച്ചങ്ങ് നല്ല രീതിയിലങ്ങ് എൻജോയ് ചെയ്യാം, ഒരു സ്ലോ ലിവിങ് സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ഓരോന്നായി ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഓരോന്നൊരു അംബാനിയെ പോലെ അത്ര പണക്കാരനാവും. നമ്മൾ ഇതെടുക്കാമെന്ന് അങ്ങനെ ഉറപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വിലയിലോട്ട് നോക്കുമ്പോൾ 36,000 രൂപയുടെ സെറ്റ് സാധനം. എനിക്ക് വയലറ്റ് എവിടെ കണ്ടാലും കണ്ണുടക്കും. അതോ എൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെടുന്നതാണോ എന്നറിയത്തില്ല. അവൻ ആ വഴിക്ക് പോകുന്നു, ഞാൻ ഈ വയലറ്റ് കണ്ട് ആകർഷമായി അങ്ങോട്ട് പോകുന്നു. ഉള്ളൊരു മുഖം കണ്ടു. ഷാരൂഖ് ഖാൻ എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ ഋത്തിക് റോഷനെ മൊന്തയ്ക്ക് തൊട്ട് നോക്കിയിട്ട് ആ ഋത്തിക് റോഷൻ നോക്കുമ്പോൾ വാവ്, ഇങ്ങർക്കൊന്നും പ്രായമാവത്തില്ലേ? യാക്കല്ല, ശരിക്കുള്ള ഋത്തിക് റോഷൻ. പോസ്റ്റായ ജീവിതം, നടക്കാൻ വയ്യായിട്ട്, ഇതിലേക്കൂടെ നടക്കാൻ വയ്യായിട്ട് ഇതാ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, ഇത് കൊള്ളാം, നല്ല പരിപാടി. എല്ലാ മോളിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരെ നടന്നു പോകാനല്ലേ, എല്ലാം കണ്ട് രസിച്ച്. എന്നാലും എൻ്റെ നെക്ക് പില്ല് ഇയാൾ കൊണ്ട് പറഞ്ഞില്ല കണ്ണമോനെ. ഇപ്പം മൂക്കുടിച്ച് വീണേനെ. എന്നാലും നമ്മൾ നമ്മുടെ ഷോ കുറയ്ക്കാൻ പാടില്ല. നൈസായിട്ട് പോകുന്ന കണ്ടില്ലേ, എല്ലാ ലഗേജും അവനെ ഏൽപ്പിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സുഖമാണ്. ഇനി ഈ ബാഗും കൂടെ അവനെ ഒന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം പിണങ്ങി നടന്നത് ഞങ്ങളിതാ ഇപ്പോൾ രണ്ടുപേരും കൂടെ അടയും ചക്കരയായിട്ട് നടക്കുന്നില്ലേ. ഇതൊക്കെ തന്നെയല്ലേ ലൈഫ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടായാലും ഒരു രസമുള്ളൂ. അവന് ഇഷ്ടമുള്ള ഏതോ സ്റ്റോറിൽ കയറി, സ്കെച്ചേഴ്സിൻ്റെ. ഞാനിവിടെ കുറച്ച് ഫാൻസി കടയിൽ കയറി. 2 പേർക്കും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നൊന്ന് കൃത്യമായ ധാരണ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വെറുതെ കയറണം. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വെൽനസ് സെൻ്ററൊക്കെ കണ്ടത്. അതിലും വലിയൊരു കാര്യമാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ലോഞ്ച് ആക്സസ് ഉണ്ടായിട്ടും എനിക്ക് ലോഞ്ച് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് ലോഞ്ചിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ച് മാതൃകയായ എൻ്റെ ഭർത്താവ്. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ്. 2 കാലിലും 2 വെറൈറ്റി സോക്സ് ഇട്ടുകൊണ്ട് വന്ന എൻ്റെ ഭർത്താവ് അത് കാണിക്കാൻ നേരത്ത് വേണ്ട കാണിക്കണ്ട അതൊക്കെ പറയുന്നത് ഇങ്ങനെ ഒളിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് കാണിക്കണമല്ലോ, അതിലാണല്ലോ അതിലൊരു ത്രില്ലുള്ളൂ. 4-5 മണിക്കൂർ പോസ്റ്റാവുന്ന നേരത്തെ അറിഞ്ഞിട്ടൊന്നും അല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഞാനൊരു നോവലോ ബുക്കോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതും കേട്ടോ. അവന് പിന്നെ ക്രിക്കറ്റ് കാണുന്നതും സിനിമ കാണുന്നതൊക്കെയാണ് ഇഷ്ടമുള്ളതുകൊണ്ട് അവന് അങ്ങനെ ചെയ്യുന്നു. റാം കെയർ ഓഫ് ആനന്ദിയുടെ ഓഥറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ബുക്കാണെന്ന് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കിഡിലനായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ നൈറ്റ് ഡ്രൈവ് സിനിമയാണെന്നൊക്കെ വരെ തോന്നിപ്പോയി. പക്ഷെ അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൂസ്റ്റൊക്കെ വാങ്ങിച്ചു കുടിച്ചു. എന്തായാലും പോസ്റ്റായിട്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുൽഫിയൊക്കെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അതും കഴിച്ചിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ദൈവമേ ഇത് എന്താ ഈ ഫ്ലൈറ്റ് എടുക്കാത്ത. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു 6:45-7 മണിയൊക്കെ ആയിട്ടുണ്ട്.
പെട്ടെന്നായിരുന്നു ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ഇന്ത്യൻ പാരഡൈസ് റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഡിലേ ആയതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് നൈറ്റിലെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. പക്ഷേ എന്നാലും ഓക്കെ, ഫുഡ് കിട്ടിയില്ലേ. ഹൈദരാബാദി ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. തിരിച്ചു പിന്നെയും ഞങ്ങൾ ആ ഗേറ്റ് നമ്പറിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു പുള്ളി ഞങ്ങളുടെ പുറകെ കൂടിയായിരുന്നു, ഏതോ ഒരു ബംഗാളി ഹിന്ദിക്കാരൻ. നമ്മളൊരു ഹിന്ദിക്കാരനെ പരിചയപ്പെട്ടെ. എന്താ സത്യത്തിൽ ആ ഹിന്ദിക്കാരൻ മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞു പാവം ഒരു പുള്ളി വന്ന് എന്തൊക്കെയോ ഹിന്ദി സംസാരിച്ച്. അപ്പോഴത്തേക്കും മിസ്റ്റക്കാരായിട്ട് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് അങ്ങിരുന്നു. എന്താ നമ്മളൊക്കെ മൈൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പുള്ളി പിന്നെ ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കാണെങ്കിൽ ഹിന്ദി അറിയത്തുമില്ല. ഇതിനാ വെറുതെ പുള്ളിക്ക് ഒരു അവസരം കൊടുക്കുന്നു. അങ്ങനെ ഒഴിവാക്കി വിട്ട് പോടാ. പാവം മനുഷ്യൻ. ഞാനൊന്ന് മനസ്സിൽ കണ്ടത് നടത്തിയെടുക്കും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. എനിക്ക് ഈ ബാഗും കൂടെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് രണ്ടും കൈ നീട്ടിയും സ്വീകരിച്ച് എൻ്റെ ബാഗും കൂടി പിടിച്ച് എൻ്റെ ഭർത്താവ് നടന്നു നീങ്ങുന്നത്. ഇതിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് ഗൈസ്. എല്ലാം പിടിക്കണം. മോഡൽ സാറാ മോഡലാണോ? ഇങ്ങനെ ഒരു ക്യൂട്ട് സാധനം കണ്ട കേട്ടോ, എൻ്റെ പൊന്നോ, ഇതൊക്കെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കേശുമേനെ ഓർമ്മ വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു. അമ്മയും കേശുമയും കേശുട്ടിയും ചേച്ചിയൊക്കെ ഉണ്ട്. അതിനുശേഷം നടന്നത് സംഭവവികാസമായിരുന്നു. മിസ്റ്റർ കാര്യമായിട്ട് പോയി വഴക്കുണ്ടാക്കുകയാണ്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും അവന്മാർ ഡിലേ ആക്കി. മൊത്തത്തിലൊരു 8-9 മണിക്കൂർ എങ്ങാണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡിലേ ആയിട്ട് ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തന്നെ ഇത് ആക്ച്വലി ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 4th ജൂണിനുള്ളതായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് 2 ദിവസം ഞങ്ങൾക്ക് പോകേണ്ടതും എയർ ഇന്ത്യയിൽ തന്നെയാണ്. എന്തായാലും ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിപ്പോയി. എയർ ഇന്ത്യ മാറ്റിയിട്ട് ഇൻഡിഗോ വീണ്ടും ബുക്ക് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ഒടുക്കത്തെ ക്യൂ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തങ്ങിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ സമയം 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കൊരു 11 മണിയാവും. ഫുഡ് അവർ നേരത്തെ നമുക്ക് തന്നതുകൊണ്ട് നമുക്കതെങ്കിലും കഴിക്കാൻ പറ്റി. എന്നിട്ട് എല്ലാവരും ഒരു വഴിയായി ക്ഷീണിച്ച് മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി തിരിച്ച് നമ്മൾ പോവുകയാണ്. പോയി കഴിഞ്ഞ് ഒന്ന് വെട്ടിയിട്ട വാഴ പോലെ കിടന്നുറങ്ങണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ദുരന്തമൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഒരു 1 വീക്ക് പോലും ഇല്ല, ദിവസങ്ങൾ ഒരു 2-3-5 ദിവസം മുന്നേ ആണ് കേട്ടോ ഞങ്ങളിങ്ങനെ ബാക്ക് ടു ബാക്ക് എയർ ഇന്ത്യയിൽ തന്നെ ട്രാവൽ ചെയ്തത്. എന്തായാലും അതൊരു വലിയ സംഭവമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തി. ഇനി ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടിയിലൊക്കെ കയറി ഇരുന്നങ്ങ് പോവുകയാണ് കേട്ടോ. കുറേ നടക്കാനുണ്ടായിരുന്നു ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം 8 മണിക്കൂർ പോസ്റ്റായി. 8ൻ്റെ പണിയാണ് ഗൈസ് കിട്ടിയത്. 8ൻ്റെ പണി എന്ന് പറയുമ്പോൾ ആ ഒരു 1.5 പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മണി കെട്ടിക്കിടക്കുന്നത് കണ്ടില്ലേ, നല്ല രസമല്ലേ എയർപോർട്ട് കാണാൻ. ആന, മണികൾ, ഒരു വെറൈറ്റി സംഭവം തന്നെ. പറഞ്ഞ പോലെ 8ൻ്റെ പണി കിട്ടിയ ഞങ്ങളുടെ ലഗേജ് വരുന്നതും 8ാമത്തെ കൗണ്ടറിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഫൈനലി ലഗേജൊക്കെ കിട്ടി. ലഗേജുമൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങളിങ്ങനെ പയ്യെ പിന്നെയും ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത്, നമ്മുടെ ഊബർ ഡ്രൈവർ എപ്പോഴോ തൊട്ടോ പുള്ളി പോസ്റ്റായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങനെ ഫൈനലി എയർപോർട്ടിൻ്റെ വെളിയിലെത്താൻ പോയി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. പോസ്റ്റോടെ പോസ്റ്റ്. എൻ്റെ കയ്യിൽ ആ നോവലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഏകദേശം അത് വായിച്ച് തീർത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ വേഗം വെച്ച് പിടിക്കുകയാണ്. ഫുഡ് കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കുളിച്ചിട്ട് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. ടാറ്റാ.